ഹലോ, നിങ്ങൾ ഇതുപോലൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഈ പാത്രത്തിൽ ഗോതമ്പ് മാവ് എടുക്കാം ആവശ്യത്തിന്. വളരെ ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾ. ഒരു സവാള കൊത്തിയരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് മല്ലിയില ചേർക്കാം, തക്കാളി ചേർക്കാം. ആവശ്യത്തിന് മലക്കറി എന്ത് വെജിറ്റബിൾസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു മുട്ട ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ദോശ പരുവത്തിൽ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പാൻ ചൂടാക്കാം. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസും മുട്ടയും ഗോതമ്പ് പൊടിയും മാത്രമേ ഉള്ളൂ. വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഗോതമ്പ് ദോശ തിരിച്ച് മറിച്ചിട്ട് മൊരിയിച്ചെടുക്കാമേ. ഇപ്പോൾ ഗോതമ്പ് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.